വയനാട് ചുരത്തിൽ അപകടമുണ്ടായ സ്ഥലത്ത് ഇപ്പോൾ ചെറുവാഹനങ്ങൾ മാത്രമാണ് കടന്നു പോകുന്നത്. ചെറുവാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അത്യാവശ്യം യാത്രക്കാരെ മാത്രമാണ് കടത്തിവിടുന്നത്. അനാവശ്യമായ യാത്രകൾ ഇതുവഴി ഒഴിവാക്കണമെന്ന് പോലീസ് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അപകടമുണ്ടായ സ്ഥലത്താണ്. മണ്ണും അവിടെ നിന്ന് പൊട്ടിവന്ന പാറക്കഷണങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ജിയോളജി ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ പരിശോധനയും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രാഥമികമായി അല്ലെങ്കിൽ ഇതുവരെ നടത്തിയ പരിശോധനയിൽ ഈ കാണുന്ന റോഡിൽ വിള്ളലുണ്ടായിട്ടില്ല. മുകളിൽ നിന്ന് പാറ അടർന്നു പോകുന്നതാണ് അപകടം അങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി ജിയോളജി ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ വലിയ വാഹനങ്ങൾക്ക് ഇപ്പോഴും നിയന്ത്രണമുണ്ട്. പ്രത്യേകിച്ച് ഭാരവാഹനങ്ങൾ, ചരക്ക് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഭാരവാഹനങ്ങൾക്ക് എപ്പോഴും നിയന്ത്രണമുണ്ട്. അതിന് മുന്നോടിയായി ഈ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് മുന്നോടിയായി ഈ ഭാഗത്ത് ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതിനോടകം നടത്തിയ പരിശോധനയിൽ വലിയ പ്രശ്നങ്ങളില്ല, ഗതാഗത യോഗ്യമാണ്, അപകട ഭീഷണിയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. പക്ഷേ ഭാരവാഹനങ്ങൾ കടത്തിവിടുന്നതിന് മുമ്പ് യന്ത്ര സഹായങ്ങളുടെ അടക്കമുള്ള പരിശോധന പിന്നീട് നടത്തും. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിശോധന കൂടി നടത്തിയതിനു ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തും. കോഴിക്കോട്, വയനാട് ജില്ലാ കളക്ടർമാർ ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ചേർന്ന് ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയോടെ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം ഭാരവാഹനങ്ങൾ കടത്തിവിടണമോ വേണ്ടോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. അങ്ങനെ ഭാരവാഹനങ്ങൾ കടത്തിവിടുന്നതിൽ ഇപ്പോൾ തടസ്സങ്ങളില്ല. പക്ഷേ വലിയ വാഹനങ്ങൾ വരുമ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ ചുരത്തിലൂടെ വളരെ വേഗത കുറച്ചാണ് ഈ വലിയ വാഹനങ്ങൾ കടന്നു പോകാറ്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരു അപകട സാധ്യത അല്ലെങ്കിൽ പെട്ടെന്ന് വീണ്ടും മഴ പെയ്ത് വലിയ തരത്തിൽ ചെളിയും മണ്ണും നീങ്ങി വരികയാണെങ്കിൽ ഇത് അപ്പുറത്തേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ ഇതിന് പിറകിലുള്ള മറ്റു വാഹനങ്ങൾ നീങ്ങിപ്പോകാൻ, ഇവിടുന്ന് മാറിപ്പോകാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ജില്ലാ കളക്ടർ വിശദീകരിച്ചത്. അപ്പോൾ വലിയ വാഹനങ്ങൾ കടത്തിവിടുകയാണെങ്കിൽ അതിനും ചില ക്രമീകരണങ്ങൾ ഉണ്ടാകും. ഒരു പക്ഷേ നിയന്ത്രണത്തോടെയായിരിക്കും വലിയ വാഹനങ്ങൾ കടത്തിവിടുക. ആ സമയത്ത് മറ്റു വാഹനങ്ങൾ നിയന്ത്രിക്കുക, അങ്ങനെയായിരിക്കും ഇത് സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പ്രത്യേകിച്ച് ഓണ സീസണാണ്, ഓണക്കാലമാണ്. ആ സമയത്ത് വലിയ തരത്തിൽ ചരക്കുകൾ വയനാട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ അന്തർ സംസ്ഥാന പാതയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ ഇതുവഴിയാണ് സാധാരണ നിലയ്ക്ക് കോഴിക്കോട് അവിടുന്ന് കേരളത്തിലേക്കടക്കം മറ്റ് ജില്ലകളിലേക്കടക്കം എത്തുന്നത്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് വേഗത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ വിശദീകരിച്ചത്. അല്പം മുമ്പ് കോഴിക്കോട് റൂറൽ എസ് പി കെ.ഇ. ബൈജുവും സ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം വിശദീകരിച്ചത് നിലവിൽ പ്രശ്നങ്ങളില്ല, പക്ഷേ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് അതിനുശേഷമായിരിക്കും അന്തിമമായി മറ്റു വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ തീരുമാനമെടുക്കുക എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല എന്ന് പറയുമ്പോഴും അപൂർവമായി ഈ പാൽ ഉൽപ്പന്നങ്ങൾ കയറ്റിയുള്ള വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. കാരണം ഈ പാലെല്ലാം അത്തരം ഉൽപ്പന്നങ്ങൾ നാശമായി പോകാൻ ഇതിൻ്റെ സമയപരിധിക്കുള്ളിൽ നിശ്ചിത സ്ഥലത്ത് എത്തിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ നിലയ്ക്ക് അത്തരം വാഹനങ്ങൾ നിയന്ത്രണത്തോടെ കയറ്റിവിടുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്നലെ എല്ലാം ഇവിടെ എത്തി, അടിവാരത്തും ഒപ്പം തന്നെ ലക്കിടിയിലും എത്തി അവിടെ കാത്തുകിടക്കുന്ന വലിയ ഭാരം കയറ്റിയ വാഹനങ്ങളുണ്ട്. അവയെല്ലാം തന്നെ അവിടെ തന്നെ കാത്തുകിടക്കുകയാണ്. ഒരുപക്ഷെ ഉച്ചയോടുകൂടി വാഹനങ്ങൾ കടത്തിവിടാനുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് അവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വലിയ വാഹനങ്ങളും നിയന്ത്രണങ്ങളോടെ കടത്തിവിടാൻ തന്നെയാണ് നിലവിൽ സാധ്യത. എന്തായാലും ഇപ്പോൾ അപകട ഭീഷണി ഇല്ല. ഇത് മണ്ണിടിച്ചിലല്ല ഉണ്ടായിരിക്കുന്നത്, പാറ ഇടിഞ്ഞ് വന്നതാണ് എന്നാണ് ജില്ലാ കളക്ടർ വിശദീകരിച്ചത്. വിവിധ വകുപ്പുകൾ നടത്തിയ പരിശോധനയിലും ആ നിലയ്ക്കാണ് കണ്ടെത്തിയിട്ടുള്ളത്. പാറ ഇടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇടിച്ചിലുണ്ടായ സ്ഥലത്ത് നമുക്കിപ്പോൾ നോക്കിയാൽ തന്നെ കാണാം ചില പാറകൾ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു അപകട ഭീഷണിയായി നിൽക്കുന്ന സ്ഥിതിയുണ്ട്. അത് നീക്കം ചെയ്യുമോ എന്ന ചോദ്യത്തിൽ ജില്ലാ കളക്ടർ പറഞ്ഞത് ചിലപ്പോൾ ഇത് ഉറച്ചു നിൽക്കുന്ന പാറയാകാം, ഒരു പക്ഷേ ഇത് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തിയായിരിക്കും കൂടുതൽ ഈ ഭാഗത്തെ ഭൂമിയെ ഇളക്കുക, അതായിരിക്കും അപകട ഭീഷണി ഉണ്ടാക്കുക. അപ്പോൾ അതെന്ത് വേണമെന്നത് വിദഗ്ധർ പരിശോധിച്ചതിന് ശേഷം അത് നീക്കം ചെയ്യണമെങ്കിൽ നീക്കം ചെയ്യും. അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തിയോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഈ വല സംവിധാനങ്ങളുണ്ട്, അത്തരം സംവിധാനങ്ങളോ വേണമെങ്കിൽ അക്കാര്യം കൂടി പരിശോധിക്കുമെന്നാണ് ജില്ലാ കളക്ടർ വിശദീകരിച്ചത്. എന്നാൽ ഇപ്പോൾ ചെറുവാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഈ ചെറുവാഹനങ്ങൾ സുഗമമായി തന്നെ കടന്നു പോകുന്നുണ്ട്. കാരണം വലിയ തിരക്കില്ല. മറ്റ് പാതകൾ കൂടി നിലമ്പൂർ നാടുകാണി ചുരം, ഒപ്പം തന്നെ കുറ്റ്യാടി ചുരം, കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് കയറാൻ കഴിയുന്ന ആ ഭാഗം കൂടി ഉപയോഗപ്പെടുത്തിയാണ് മിക്ക വാഹനങ്ങളും ഇപ്പോൾ കടന്നു പോകുന്നത്. നിലവിൽ ഇതിലൂടെ പോകേണ്ട അത്യാവശ്യം യാത്രക്കാർ സുഗമമായി തന്നെ ഈ ട്രാഫിക് ഒന്നുമില്ലാതെ തന്നെ, ഗതാഗത തടസ്സമൊന്നുമില്ലാതെ തന്നെ കടന്നു പോകുന്നുമുണ്ട്. ഈ വലിയ വാഹനങ്ങളുടെ കാര്യം പറയുമ്പോൾ ചില വാഹനങ്ങൾ 2 ദിവസമായി ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. വെക്കിടിയിലായാലും അടിവാരത്തായാലും ഈ ചരക്കുമായി വന്ന വലിയ വാഹനങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുകയാണെങ്കിൽ ഈ വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ വീണ്ടും നിയന്ത്രണം ഉണ്ടാകും. കാരണം നമുക്കറിയാം ഇന്നലെ തന്നെ കളക്ടർ പറഞ്ഞത് മഴയില്ലാത്ത സമയത്ത് മാത്രമായിരിക്കും ഈ ചെറുവാഹനങ്ങൾ തന്നെ കടത്തിവിടുക. അപ്പോൾ ആ നിലയ്ക്ക് മഴ പെയ്യുമ്പോൾ വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഉണ്ടാകും.
കാരണം മഴ പെയ്യുമ്പോൾ ഈ ഭാഗത്തൂടെ ചെളി ഒലിച്ചു വരുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നതിലും പ്രതിസന്ധി ഉണ്ടാകും. അത് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ കെട്ടിക്കിടക്കുന്ന ചരക്ക് വാഹനങ്ങളെല്ലാം തന്നെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേഗത്തിൽ ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ കാത്തുകിടക്കുന്ന വാഹനങ്ങളെയെങ്കിലും കടത്തിവിടണമെന്നാണ് ഈ ലോറി ഡ്രൈവർമാരും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ആവശ്യപ്പെടുന്നത്. ചുരത്തിൽ നിന്ന് ക്യാമറ പേഴ്സൺ ഷാനു ഞെട്ടിക്കുളത്തോടൊപ്പം ഷബീർ ഉമർ, മീഡിയ 1.